കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അഞ്ചൽ അഗസ്ത്യക്കോടാണ് 10ഓളം വരുന്ന അക്രമി സംഘം വീട് കയറി ആക്രമിച്ചത്. അഗസ്ത്യക്കോട് പാറവിള സ്വദേശി ചന്ദ്രബോസിന്റെ വീട്ടിലാണ് ഞായറാഴ്ച രാത്രി 10 മണിയോടെ ആക്രമണം നടത്തിയത്. വീട്ടിൽ കയറിയ ആക്രമികൾ ചന്ദ്രബോസിനെയും ഭാര്യ പ്രിയയെയും കൈയേറ്റം ചെയ്തു. വീട്ടിനുള്ളിലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർത്ത സംഘം വീട് പെയിന്റ് ചെയ്യുന്നതിനായി വാങ്ങിവെച്ചിരുന്ന പെയിന്റുകളും നശിപ്പിച്ചു. മകനെ അന്വേഷിച്ചെത്തിയ സംഘം വീട്ടിനുള്ളിൽ പരിശോധന നടത്തുകയും മകനില്ലെന്ന് മനസ്സിലാക്കിയതോടെ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ചന്ദ്രബോസ് പറഞ്ഞു. ഇപ്പം കൂടെ ഒരു 10 മണിക്ക് ശേഷം വീട്ടിനകത്തിരിക്കുകയായിരുന്നു, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ടിലെ കതവ് കുറ്റിയിട്ടിരുന്നില്ല, ചാരിയിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ബഹളം. അപ്പം ഞാൻ വിചാരിച്ച് കരാളുകാർ വരുവാണെന്ന്. അപ്പോൾ അവരിവിടെ ബഹളം വെച്ചിട്ട് നേരെ അടുത്ത വീട്ടിൽ ചെന്ന് എൻ്റെ മോൻ്റെ പേര് ചോദിച്ചിട്ട് ജോജിയുടെ വീട് ഏതാണെന്ന് അവരടുത്ത് ചോദിച്ചു. അവർ വീട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നേരെ പാഞ്ഞിങ്ങോട്ട് വരിക. ഞാൻ അന്നേരം വിചാരിക്കുന്ന കരോളുകാരാണ്. വന്ന് ജോജി അന്നേരം വേണം. എന്താ അവൻ പറയുക, ഞാൻ വല്ലൂര് ഷിബുവിൻ്റെ മോനാണ്, നോക്കിക്കോ, ജോജിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ വെള്ള പുതപ്പിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ട് തരുമെന്ന്. 2 വാഹനത്തിലാണ് വന്നത്. ഏതാണ്ട് 10 പേര് പുറത്തുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ മദ്യവെച്ചിട്ടുണ്ട്. വീടിനകത്ത് കയറി മൊത്തം നശിപ്പിച്ച്. ഞാൻ എൻ്റെ വീടിൻ്റെ പെയിൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെയിൻറ്റൊക്കെ മേടിച്ച് വെച്ചിരുന്ന എല്ലാം അവരുടെ അടുത്ത് തറയിൽ തട്ടി. പിന്നെ കസേരകൾ, ടീപ്പോ എല്ലാം അടിച്ച് ഉടച്ച്. കാറിൻ്റെ ഒരു ഭാഗം ചവിട്ടി ഇതാക്കി. ഗേറ്റ്, പിന്നെ വീടിൻ്റെ മേളിൽ ചെന്ന് സാധനങ്ങളെല്ലാം വലിച്ച് നിലത്തിട്ടു. എല്ലാ റൂമിലും അവർ കയറി ജോജിയെ വേണമെന്നും പറഞ്ഞുകൊണ്ട്. 2 കാറുകളിലായി എത്തിയ സംഘം മകനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് എത്തിയതെന്നും കുടുംബം പറയുന്നു. പരിക്കേറ്റ പ്രിയ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചന്ദ്രബോസിന്റെ പരാതിയിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിലർ പാർട്ടിയെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. നാട്ടുവാർത്ത, അഞ്ചൽ.